വലിയ പ്രശ്ന. നീ ജീവിക്കണോ മരിക്കണോ എന്ന് അറിയത്തില്ല നിനക്ക്. ഇന്ന് രാവിലെ ഇവിടെ വന്നിരുന്ന് കരഞ്ഞ നീ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോമോ? ഇല്ല, ഇറങ്ങിപ്പോവല്ലേ കേട്ടോ. നിന്റെ കൊച്ചിന്റെ മേലെ സൗഖ്യം ഉണ്ടാവും. നിന്റെ വീട് അടിമുടി മാറും. ഭർത്താവ് വിട്ടിട്ട് പോയിട്ട് എത്ര കാലമായി? കുഞ്ഞ് ഉണ്ടായപ്പോ ഉപേക്ഷിച്ച് പോയതാ. കുഞ്ഞിനിപ്പോ എത്ര വയസ്സുണ്ട്? 6 മാസമായി. പിന്നെ വേണ്ട പുള്ളിക്ക്. പുള്ളി വേറെ കല്യാണം കഴിച്ചു. യേശുവേന്നൊന്ന് വിളിക്കാൻ പറ്റുന്നവര് വിളിച്ചേ. ഞാൻ ഇന്ന് രാവിലെ ഈ മോള് മൂക്കുത്തിയിട്ടിരിക്കുമ്പോ എന്നോട് ദൈവം പറഞ്ഞു, അവിടെ വിവാഹം കഴിഞ്ഞവിടെ ഭർത്താവ് അവളെ ഇട്ടിട്ട് പോയതാ. അന്നേരം മറ്റൊരു കല്യാണം കഴിച്ച ഇന്നൊരു മറ്റൊരു സ്ഥലത്താ അവിടെ നിൽക്കുന്നത്. ഇന്ന് രാവിലെ അവിടെ ഭാവിയെ കെട്ടിയ കെട്ട് എന്റെ ദൈവം പൊട്ടിച്ചു കളയാൻ പോവാ. മോളെ കുഞ്ഞിന്റെ പേരെന്തുവാ? ആദിദേവ്. ഞാൻ കണ്ട വെളിപ്പാടെന്നറിയോ? ഈ കുഞ്ഞ് ശാപമാന്ന് പലരും പറഞ്ഞു. കർത്താവിനോട് പറയുക, ഈ ആദിദേവ് ശാപമല്ല, അനുഗ്രഹമാകാൻ പോവാ. മോളെ എത്രാം മാസത്തിലാ ഇവൻ ജനിച്ചേ? 7 മാസം. മാസം തികയാതെ ജനിച്ച. ഡോക്ടർമാര് ചത്തുവോന്ന് പറഞ്ഞ അങ്ങനെ ആദിദേവിനെ ദൈവം തന്നു. കർത്താവിനോട് പറയുന്നത് എന്നാന്നറിയോ? ഇവൻ ദൈവത്തിന്റെ പൈതലായിട്ട് മാറും. ശരിക്കും ഞാൻ ഈ കുഞ്ഞിനെ കാണുമ്പോഴേ ഈ കുഞ്ഞൊരു അത്ഭുതമാണെന്നാ ദൈവം പറഞ്ഞേ. ആശുപത്രി ജനിച്ചല്ല, സ്റ്റാൻഡിൽ ഉണ്ടായതാ. ബസ് സ്റ്റാൻഡിൽ ജനിച്ച. ഏത് ബസ് സ്റ്റാൻഡിൽ? കട്ടപ്പന ബസ് സ്റ്റാൻഡിൽ. കട്ടപ്പന ബസ് സ്റ്റാൻഡിൽ ജനിച്ച ആദിദേവ്, മാസം തികയാതെ ജനിച്ച ഈ ആദിദേവിനെ യേശുവിന് സ്നേഹമായിട്ട് ഇന്ന് രാവിലെ ആരാധനയെ കൊണ്ടുവന്ന ഒന്ന് കൈയടിക്കാൻ പറ്റുമെങ്കിൽ യേശുവേ എന്ന് വിളിച്ച്. നിന്നെ ഞാൻ കണ്ടപ്പോ യേശുവിനോട് പറഞ്ഞു, നിന്റെ കയ്യിലിരിക്കുന്ന കൊച്ചും നീയും ഒരത്ഭുതമായിട്ട് മാറും. ഈ കുഞ്ഞ് ഈ ഭൂമി ജനിക്കാൻ അവസരമില്ലായിരുന്നു. പിശാചി കൊന്നിനെ കൊന്നുകളഞ്ഞനേയും കർത്താവ് ജീവൻ കൊടുത്തു. നീ ഇനിയുള്ള ആയുസ് മുഴുവൻ യേശുവിന് വേണ്ടി ജീവിച്ചോണം. ഈ കുഞ്ഞിനെ ദൈവത്തിന് സമർപ്പിച്ചോണം. ഇവൻ കാലം താമസിച്ചാൽ ദൈവത്തിന്റെ ദാസനായിട്ട് മാറും. കട്ടപ്പന ബസ് സ്റ്റാൻഡിൽ ജനിച്ച ആദിദേവിനെ കർത്താവ് തൊട്ടതിന് കരമടിച്ച സഭയൊന്ന് ഉറച്ചു സ്തോത്രം പറഞ്ഞ്. മോളെ ഒരു വെളിപ്പാടും കൂടെ ഞാൻ കാണുക. നിന്നെ കൊല്ലുകളയാൻ ഒരു പദ്ധതി ഒരുക്കിയിരുന്നു. സത്യം. നീ ആയുസോടെ ജീവിക്കുന്നത് തമ്പുരാന്റെ കരുണയാ. നിന്റെ മേൽ ഇപ്പോഴും ഒരു മരണഭയം ഉണ്ട്. സത്യ. രാവിലെ കർത്താവ് അത് പൊട്ടിച്ചു കളയാൻ പോവാ.